ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. എഴുത്തച്ഛൻ രാമായണത്തിൽ നമ്മളിത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ പുസ്തകത്തിലും ആശയം ഒന്നാണെന്ന് ആലോചിച്ച് ഒരേ തോട്ടാണ്, വ്യത്യാസമില്ല. പോയിന്റ് ഒരേ പോയിന്റാണ്. ഭാഗവതം എടുത്താലും രാമായണം എടുത്താലും ഗീത എടുത്താലും ഉപനിഷത്ത് എടുത്താലും പറയണത് അല്ലേ. ഈ ദേഹത്തിൻ്റെ സ്ഥിതി ഇതാണ്. ചത്തു കഴിഞ്ഞാലേ ഇങ്ങനെ ആവാൻ പോണതാണ് ഈ ശരീരം എന്ന് നമുക്ക് ഇത് പോണേന്ന് മുമ്പ് ഓർമ്മയുണ്ടാവണം അർത്ഥം. മനസ്സിലായോ? യോനേ സഹസ്രാണി ബഹൂനികത്വ ദുഃഖേന യദ്വാപിജമാനുഷത്വം സുഖാവഹം യേ ന ഭജന്തി വിഷ്ണും തേവൈ മനുഷ്യാത്മനി ശത്രുഭൂത. അനേക യോനികളിൽ ജനിച്ചതിന് ശേഷം വിശേഷബുദ്ധിയുള്ള ഈ മനുഷ്യജന്മം കിട്ടി ഏതോ പുണ്യത്തിൻ്റെ ഫലമായിട്ട്. എന്നിട്ട് ആ മനുഷ്യജന്മത്തിൽ ആ പരമാനന്ദം തരാൻ കഴിവുള്ളതായ ആ ഭഗവാനെ, വിഷ്ണുവിനെ, ഈശ്വരനെ ഭജിക്കാത്തവൻ മനുഷ്യജന്മത്തിൽ അവർക്ക് തന്നെ ശത്രുക്കളാണത്രേ. വേറെ ആരുമില്ല നമ്മുടെ ശത്രുക്കൾ.